ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. ആ സമയത്ത് നിങ്ങളുടെ നെഞ്ചിൽ എന്തോ അസ്വസ്ഥത, നെഞ്ചിടിപ്പ് കൂടുന്ന പോലെ, മൊത്തത്തിലൊരു വെപ്രാളം. ഭൂരിപക്ഷ ആളുകൾക്കും ഇത് ടെൻഷൻ കൊണ്ട് മാത്രമല്ല സംഭവിക്കുന്നത്. നമ്മുടെ ഹൃദയം ഒരു ഹൈ അലർട്ടിലാണ് എന്ന് കാണിക്കുന്നതിന്റെ സൂചനയാണിത്. ഏതൊരു വ്യക്തിയും ഉറക്കം കറക്റ്റ് ആയിട്ടില്ലെങ്കിൽ ശരീരത്തിനകത്തെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആക്റ്റീവ് ആവുകയാണ്. ഈ സമയത്ത് കോർട്ടിസോൾ ഹോർമോൺ, അഡ്രിനാലിൻ ഹോർമോൺ ഇതെല്ലാം കുത്തനെ കൂടുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് ഹൃദയമിടിപ്പ് വർദ്ധിക്കാം, ശരീരം നിങ്ങളെ അലർട്ടാക്കുകയാണ്. ഇതൊന്നും നിങ്ങളുടെ കൺട്രോളിലല്ല താനും. പ്രധാനമായിട്ടും 5 സാഹചര്യങ്ങളിലാണ് ഇത് സംഭവിക്കുക. ഒന്നാമത്തേത്, പകൽ സമയത്ത് നല്ല സ്ട്രെസ്സോ ടെൻഷനോ ഉള്ള വ്യക്തികളിൽ രാത്രി ഉറക്കത്തിൽ ഇത് സംഭവിക്കാം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിന് ഒരിക്കലും ഷട്ട് ഡൗൺ ആവുന്നില്ല. രണ്ടാമത്തത്, വൈകിട്ട് 4 മണിക്ക് ശേഷം കോഫി കഴിക്കുന്നത് നമ്മുടെ സ്ലീപ്പ് സൈക്കിളിനെയും അതുപോലെ തന്നെ ഉറക്കത്തിലെ നെഞ്ചിടിപ്പിന്റെയും പ്രശ്നങ്ങൾ ഉണ്ടാക്കും. മൂന്നാമത്തെ പ്രശ്നം, രക്തത്തിലെ ഷുഗർ കുറയാന്നുള്ളതാണ്. പ്രത്യേകിച്ച് ഡിന്നർ കഴിക്കാതൊക്കെ കിടക്കുകയാണെങ്കിൽ ഷുഗർ കുറഞ്ഞ് അഡ്രിനാലിൻ കൂടി ഹൃദയമിടിപ്പിന് പ്രശ്നങ്ങൾ സംഭവിക്കാം. നാലാമത്തത്, ശരീരത്തിലെ ലവണങ്ങളിൽ വരുന്ന പ്രശ്നങ്ങളാണ്. പൊട്ടാഷ്യത്തിലും മഗ്നീഷ്യത്തിലും സംഭവിക്കുന്ന ഏറ്റക്കുറച്ചിലുകൾ രാത്രി ഉറക്കത്തിനിടയിൽ മിടിപ്പിന്റെ താളം തെറ്റിക്കാം. അഞ്ചാമത്തത്, സ്ലീപ്പ് അപ്നിയ പോലുള്ള പ്രശ്നങ്ങൾ, അതുപോലെ REM സ്ലീപ്പിന്റെ അസുഖങ്ങൾ. ഇതെല്ലാം ഉറക്കത്തിൽ ഹാർട്ട് റേറ്റ് കൂട്ടാനുള്ള ഒരു പ്രധാന കാരണമാണ്. കൂർക്കം വലിക്കുന്നവർക്ക് വല്ലാതെ ശ്രദ്ധിക്കണം. ആ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യാൻ പാടില്ലാത്തത്? ഒരിക്കലും ആ സമയത്ത് നമ്മൾ അനാവശ്യമായിട്ട് ടെൻഷനിലേക്ക് പോരുത്. അങ്ങനെ ചെയ്താൽ ഹൃദയമിടിപ്പ് വീണ്ടും കൂടും. രണ്ടാമത്തത്, നമ്മൾ ബെഡിൽ നിന്ന് ചാടി എണീക്കരുത്. മൂന്നാമത്തത്, ഉടനെ എടുത്ത് മൊബൈൽ ഫോൺ നോക്കാൻ പാടില്ല, അതിലെ ബ്ലൂ ലൈറ്റ് പ്രശ്നമാണ്. നാലാമത്തത്, ഇത് ഒരിക്കലും ഹാർട്ട് അറ്റാക്ക് ആണെന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കാൻ പാടില്ല. ഇനി ഈ സമയത്ത് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഡീപ്പ് ബ്രീത്തിങ് ആണ്. ഒരു 4 സെക്കൻഡ് നേരത്തേക്ക് ശ്വാസം ഉള്ളിലേക്ക് വലിക്കുക, എന്നിട്ട് അതൊരു 7 സെക്കൻഡ് നേരത്തേക്ക് അത് ഉള്ളിൽ പിടിച്ചു വെക്കുക. അതിനുശേഷം 8 സെക്കൻഡ് കൊണ്ട് ആ ശ്വാസം പതുക്കെ പതുക്കെ പുറത്തേക്ക് വിടുക. ശരീരത്തിലെ പാരാസിമ്പത്തറ്റിക് സിസ്റ്റം, അതായത് ശരീരത്തിന് ശാന്തത കൊടുക്കുന്ന ഓട്ടോമാറ്റിക് സിസ്റ്റത്തിനെ ആക്റ്റീവ് ആക്കും. രണ്ടാമത് നമ്മൾ ചെയ്യേണ്ടത് ബെഡിൽ നിന്ന് എണീറ്റ് കാല് തൂക്കിയിട്ടിരിക്കുക കുറച്ചു നേരം. മൂന്നാമത്തത്, മുഖം തണുത്ത വെള്ളം കൊണ്ട് കഴുകുക. ഇത് ശരീരത്തിലെ വാഗസ് നെർവിനെ ആക്റ്റീവ് ആക്കും. നാലാമത്തത്, ഒരു 5 മിനിറ്റ് എവിടെയെങ്കിലും ശാന്തമായിട്ടിരിക്കുക. ഭൂരിപക്ഷം ആളുകൾക്കും 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ പ്രശ്നം ഓട്ടോമാറ്റിക്കലായിട്ട് സോൾവ് ആവും. ഈ ഒരു പ്രശ്നം ആഴ്ചയിൽ 2 or 3 തവണയിലധികം നമുക്ക് ശല്യം ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഒരു കാർഡിയോളജിസ്റ്റിനെ കൊണ്ട് ചെക്ക് ചെയ്യേണ്ടതാണ്. ഇതിൽ വരാവുന്ന ചില അസുഖങ്ങൾ: ഒന്ന്, ഹൃദയമിടിപ്പിന്റെ താളം തെറ്റുന്ന അരിത്മിയ പോലുള്ള അസുഖങ്ങൾ. രണ്ടാമത്തത്, തൈറോയിഡിന്റെ പ്രശ്നങ്ങൾ. മൂന്നാമത്തത്, ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയയുടെ പ്രശ്നങ്ങൾ. നാലാമത്തത്, ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ്, ശരീരത്തിലെ ലവണങ്ങളുടെ പ്രശ്നങ്ങൾ. ഏതൊരു വ്യക്തിയും 7 or 8 മണിക്കൂർ തുടർച്ചയായിട്ട് നല്ല ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണം കഴിക്കാൻ നോക്കുക. ഡീഹൈഡ്രേഷൻ ഒഴിവാക്കുക. 2 മണിക്ക് ശേഷം കോഫി കഴിക്കുന്നത് നിർബന്ധമായിട്ട് ഒഴിവാക്കുക. രാത്രി സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പ് മെഡിറ്റേഷനോ പ്രാർത്ഥനയോ ചെയ്യുക. ഒരു കാരണവശാലും ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കുക.